നമസ്കാരം. 2022 ശ്രീവരാഹം സ്വദേശിയായ അനൂപിന് ഓണം ബമ്പർ സമ്മാനമായ 25 കോടി അടിച്ചത്. സാധാരണ ലോട്ടറി അടിച്ചു കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞ് പാപ്പരായ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ലോട്ടറി അടിച്ചതിന് പിന്നാലെ ജീവിതത്തിൽ തനിക്ക് വെച്ചടി കയറ്റമാണ് ഉണ്ടായതെന്ന് പറയുകയാണ് അനൂപ്. കൃത്യമായ ആസൂത്രണം നടത്തിയാൽ കിട്ടിയ തുകയേക്കാൾ ലാഭം കൊയ്യാൻ സാധിക്കുമെന്നാണ് അനൂപ് പറയുന്നത്. ഇത്തവണയും തിരുവോണം ബമ്പർ എടുത്തു. മുൻപേ തന്നെ ഹോട്ടൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ലോട്ടറി അടിച്ചപ്പോൾ പലരും വന്നു. പക്ഷേ 2 വർഷത്തോളം ഞാൻ ഒന്നും ചെയ്തില്ല. പിന്നീട് വളരെ പഠിച്ചാണ് ഹോട്ടൽ ബിസിനസ്സിലേക്ക് വന്നത്. 2 ഹോട്ടലുകൾ ഞാൻ ഇതുവരെ ആരംഭിച്ചു. 3ാമത്തതിന്റെ പണി തുടങ്ങി. വലിയ ശാലയിലായിരുന്നു ആദ്യം കട തുടങ്ങിയത്. ചെറിയ കടയായിരുന്നു അത് മെച്ചപ്പെട്ടപ്പോൾ അതിന്റെ വരുമാനം കൊണ്ടാണ് 2ാമത്തെ കട തുടങ്ങിയത്. ഈ കടയുടെ വരുമാനം വെച്ച് 3ാമത്തെ കട തുടരാൻ പോവുകയാണ്. കയ്യിൽ പൈസ വെച്ചല്ല ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. എനിക്ക് കിട്ടിയ തുക ബാങ്കിലിട്ട് അതിന്റെ പലിശ എടുത്താണ് ഞാൻ ചെയ്യുന്നത്. ചെറിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. കിട്ടിയ പൈസ മൊത്തം എടുത്ത് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഈ നിലയിൽ എനിക്ക് എത്താൻ പറ്റുമായിരുന്നില്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ സഹായം ചോദിച്ചു വന്നിരുന്നു. എത്ര തുക ബമ്പർ അടിച്ചാലും ആ തുകയുടെ പകുതി ടാക്സ് ആയി പോകും. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ടാക്സ് ഉണ്ട്. ലോട്ടറി അടിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ആ പൈസ ബാങ്കിലിടുക. 6 മാസം വരെ ആ തുക തുടരുത്. കാരണം ഇതിലെ വലിയ പലിശയൊക്കെ ഓരോ രീതിക്കാണ് വരുന്നത്. എല്ലാം എടുത്ത് വീടും കാറും ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ വിൽക്കേണ്ടി വരും. അതുകൊണ്ട് സമയമെടുത്ത് ബുദ്ധിപൂർവ്വം തുക ചെലവഴിക്കാം. 25 ലക്ഷമായാലും 25 കോടി ആയാലും അതെങ്ങനെ വിനിയോഗിക്കും എന്നതിലാണ് കാര്യം. എനിക്ക് പുതിയ കാറും വീടുമൊക്കെ വാങ്ങാമായിരുന്നു. പക്ഷെ ഞാൻ വാങ്ങിയില്ല. ഞാൻ ആ പൈസ അതേ രീതിയിൽ സൂക്ഷിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തു. കിട്ടിയ പൈസ കൂടിയതല്ലാതെ ഞാൻ കുറച്ചിട്ടില്ല. 1 മാസം കൊണ്ട് തന്നെ പണം ബാങ്ക് വഴി വരും. എത്ര വർഷം എടുത്താലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിനേക്കാൾ ദൈവം എനിക്ക് തന്നു. ലോട്ടറി അടിച്ചില്ലെങ്കിലും ഞാൻ ഹോട്ടൽ ബിസിനസ് തുടങ്ങിയേനെ. പക്ഷെ ഇപ്പോൾ വളരെ നേരത്തെ തുടങ്ങാൻ പറ്റി. ആളുകൾക്ക് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കൊടുത്ത് മുൻപോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ജില്ലയിലും ഹോട്ടലുകൾ തുടങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം. ലോട്ടറി അടിച്ചാൽ മാക്സിമം ആരെയും അറിയിക്കാതെ ഇരിക്കുക. അറിവുള്ളവരോട് മാത്രം കാര്യങ്ങൾ പങ്കുവെക്കാം. എല്ലാവരെയും സഹായിക്കാം. പക്ഷേ സാവധാനം സമയമെടുത്ത് സഹായിക്കാം. ഇതിന്റെ മോശം അനുഭവങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ലോട്ടറി അടിച്ചാൽ അത് പുറത്ത് പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്തായാലും നാട്ടുകാർ അറിയും നമ്മുടെ കയ്യിൽ പണം വന്നത്. പുറത്ത് പറയാതിരുന്നാൽ കള്ളപ്പണം എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വന്നേക്കും. പറഞ്ഞാലും പൈസ കിട്ടിയ സന്തോഷത്തിൽ അതൊന്നും അടിച്ചുപൊളിച്ച് തീർക്കാതിരിക്കുക. ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. ഇല്ലെങ്കിൽ വലിയ രീതിയിൽ കഷ്ടപ്പെട്ടു പോകും എന്ന് അനൂപ് പറയുന്നു.